ഹലോ സർ, ഞാൻ ടുഫി ആപ്പിൽ നിന്നുള്ള ഗുലാബ് പട്ടേൽ. ആപ്ലിക്കേഷനിൽ ഒരു ബാച്ച് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഞാൻ ഇവിടെ കാണിക്കും. ഏതെങ്കിലും വിദ്യാർത്ഥികളെ ചേർക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബാച്ച് സൃഷ്ടിക്കണം. അതിനാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. ഒന്നാമതായി ഡാഷ്ബോർഡിലേക്ക് വരിക. ഡാർക്ക് പിങ്ക് ഐക്കൺ ഉള്ള ഒരു ബാച്ച് ഓപ്ഷൻ ഇവിടെ നിങ്ങൾ കണ്ടെത്തും. ബാച്ചിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ പുതിയ ബാച്ചും ബാച്ച് ലിസ്റ്റും ചേർക്കുന്ന രണ്ട് ഓപ്ഷൻ കാണിക്കും. ആദ്യം ഞങ്ങൾ പുതിയ ബാച്ച് സൃഷ്ടിക്കാൻ പോകുന്നു, അതിനാൽ ഒരു പുതിയ ബാച്ച് ചേർക്കുക തിരഞ്ഞെടുക്കുക. ബാച്ച് നാമം, ബ്രാഞ്ച് നാമം, ബാച്ച് ഹെഡ്, ടീച്ചറുടെ പേര് എന്നിവ പോലുള്ള ചില ഫീൽഡുകൾ ഉണ്ട്. മുകളിൽ ബാച്ച് ഐക്കൺ. ശൂന്യമായ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ പുതിയ ബാച്ചിനായി ഏതെങ്കിലും ഐക്കൺ തിരഞ്ഞെടുക്കുക. തുടർന്ന് പുതിയ ബാച്ചിനായി ബാച്ചിന്റെ പേര് സജ്ജമാക്കുക. ഓരോ ബാച്ചിന്റെയും പേര് അദ്വിതീയമായിരിക്കേണ്ട. പുതിയ ബാച്ച് നാമം സജ്ജമാക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതുപോലെ അവസാനമായി ഒരു വർഷനാമം ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു അദ്വിതീയ നാമം സൃഷ്ടിക്കാൻ കഴിയും. ഒരു അടച്ച ബാച്ച് വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു അദ്വിതീയ നാമം ആവശ്യമുള്ളത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കും. അടുത്തതായി ബ്രാഞ്ച് നാമം ചേർക്കുക. ബ്രാഞ്ച് നാമം എവിടെയും പ്രാധാന്യമർഹിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഫീൽഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫീൽഡ് പൂരിപ്പിക്കുക. തുടർന്ന് ബാച്ച് ഹെഡ്, ടീച്ചറുടെ പേര്. നിലവിൽ ബാച്ച് ഹെഡ് ടീച്ചർ വളരെ പ്രധാനമല്ലെങ്കിലും ഏതെങ്കിലും ഒരാളുടെ പേര് ചേർക്കണം. നിങ്ങൾക്ക് സ്റ്റാഫ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് അവിടെ ചേർക്കുക. സ്ക്രീനിന്റെ മുകളിൽ ദൃശ്യമായ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൊള്ളാം, ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഞങ്ങൾ പുതിയ ബാച്ച് വിജയകരമായി സൃഷ്ടിച്ചു. ശരി, ഒരു പുതിയ ബാച്ച് എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ ഒരു ആമുഖം നൽകി. ഇപ്പോൾ ബാച്ച് കാഴ്ചയിലേക്ക് വരിക. വീണ്ടും ഡാഷ്ബോർഡിലേക്ക് പോയി ഡാർക്ക് പിങ്ക് ബാച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണിക്കും, പുതിയ ബാച്ചും ബാച്ച് ലിസ്റ്റും ചേർക്കുക. ഇപ്പോൾ ബാച്ച് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആപ്ലിക്കേഷൻ നിങ്ങളുടെ എല്ലാ ബാച്ചുകളും ഇവിടെ കാണിക്കും. പരീക്ഷണ ആവശ്യങ്ങൾക്കായി ഞാൻ ഇവിടെ ചില ബാച്ചുകൾ സൃഷ്ടിച്ചു. ബാച്ച് വിവരങ്ങൾ കാണുന്നതിന് ഇപ്പോൾ ഏതെങ്കിലും ബാച്ചിൽ ക്ലിക്ക് ചെയ്യുക. ബാച്ചിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഇവിടെ കാണാം. ബാച്ചിന്റെ പേര്, ബാച്ച് ഐക്കൺ, മൊത്തം വിദ്യാർത്ഥികൾ, ഈ ബാച്ചിൽ നിന്ന് ആകെ ശേഖരിച്ച ഫീസ് എന്നിവ. ഇതിന് ചുവടെ നിങ്ങൾക്ക് 3 പേജുകൾ കാണാം. ആദ്യത്തേത് വിദ്യാർത്ഥികളാണ്, രണ്ടാമത്തേത് ഫീസ് ശേഖരിക്കുന്നു, മൂന്നാമത്തേത് തീർപ്പാക്കാത്ത ഫീസ്. സ്റ്റുഡൻസ് പേജിൽ ഈ ബാച്ചിൽ ചേർത്ത വിദ്യാർത്ഥികളെ ആപ്ലിക്കേഷൻ കാണിക്കും. ശേഖരിച്ച ഫീസ് പേജ് ആപ്ലിക്കേഷനിൽ ഈ ബാച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിച്ച ഫീസ് ലിസ്റ്റ് കാണിക്കും. തീർച്ചപ്പെടുത്തിയിട്ടില്ലാത്ത ഫീസ് പേജിൽ ഈ ബാച്ച് വിദ്യാർത്ഥികളിൽ നിന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ലാത്ത ഫീസ് പട്ടിക ആപ്ലിക്കേഷൻ കാണിക്കും. സ്ക്രീനിന്റെ മുകളിൽ ബാച്ച് പ്രവർത്തനങ്ങൾ നടത്താൻ ചില ഓപ്ഷനുകൾ നിങ്ങൾ കണ്ടെത്തും. ബ്രോഡ്കാസ്റ്റ് SMS പോലെ ബാച്ച് എഡിറ്റ് ചെയ്യുക, ബാച്ച് ഷിഫ്റ്റ്, ബാച്ച് ഇല്ലാതാക്കുക. വിശാലമായ SMS-ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് അയക്കാൻ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സന്ദേശം ആവശ്യപ്പെടും. നിങ്ങൾക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ടെക്സ്റ്റ് SMS വഴി SMS അയക്കാം. സന്ദേശം ടൈപ്പ് ചെയ്ത് SMS ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങളെ നിങ്ങളുടെ SMS ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്ട് ചെയ്യും. തുടർന്ന് അയക്കുക പൂർത്തിയായി ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ബാച്ച് നാമം, ബ്രാഞ്ച് നാമം, ബാച്ച് ഐക്കൺ തുടങ്ങിയവ എഡിറ്റ് ചെയ്യാൻ കഴിയും. ശരി, ഇത് ടഫ് ആപ്ലിക്കേഷനിലെ ഒരു ബാച്ച് പ്രവർത്തനമാണ്. ഞങ്ങൾ ഉടൻ സന്ദർശിക്കും. വിദ്യാർത്ഥിയെ ചേർത്ത് വിദ്യാർത്ഥികളുടെ പ്രൊഫൈൽ വീഡിയോ കാണുക. ബൈ വരെ, വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഏത് സമയത്താണ് നിങ്ങൾ ഇത് കാണുന്നത്? ഈ വീഡിയോ കണ്ടതിന് നന്ദി.